ചില അഭിനേതാക്കളെ നമ്മൾ നോട്ടീസ് ചെയ്യുക പെട്ടെന്ന് വന്ന് അഭിനയിച്ച ഒരു ക്യാരക്ടറിലൂടെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ആക്ടറാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് സൺഡേ ഫണ്ടിലുള്ളത്. ഏറ്റവും അധികം ഗ്രേസോട് കൂടി തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഗ്രേസ് ആന്റണി. ഗ്രേസ്, വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഇവിടെ വരുന്ന കുറേ പേര് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവില്ല. ചിലരെ നല്ല അടുപ്പുണ്ടാവും, ചിലരെ ഇടയ്ക്ക് ഷോസിന് വെച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഗ്രേസ് വരുന്നു പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ എന്താ ഈ കുട്ടിയോട് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഒബ്വിയസ്ലി ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളെ പറ്റിയൊക്കെ എനിക്കറിയാം. അപ്പോഴാണ് കയറി വന്ന ഉടനെ ചേച്ചി നമ്മളൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഐ എം സോ സോറി. എനിക്ക് അപ്പോൾ പെട്ടെന്ന് അപ്പോന്നല്ല, ഈവൻ കുമ്പളങ്ങി നൈറ്റ്സ് കഴിഞ്ഞിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്ത മൂവി കാമ്പോജി ഞാൻ വീണ്ടും കണ്ടു, ആമസോണിൽ കണ്ടു. അപ്പൊ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി എന്നുള്ളത്. ഒരു പാവാടിയും ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല ഗുണ്ടുമണിയായിട്ട് ഒരു ബേബി ഗേൾ ആയിരുന്നു അല്ലേ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. ആൻഡ് ആ എന്താ പറയാ, പെട്ടെന്നുണ്ടായ ഒരു ഉയർച്ചയാണ് അല്ലെങ്കിൽ ഒരു വളർച്ചയാണ് അല്ലേ. അപ്പൊ ബീങ് എ ഡാൻസർ കൂടിയാണ്. എന്താ പറയാ, കാലടി കോളേജിൽ നിന്ന് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഭരതനാട്യം പാസ്സായ കുട്ടിയാണ് ഗ്രേസ് എന്ന് പറയുന്ന കുട്ടി. ബീങ് എ ഡാൻസർ, ഇതിനെങ്ങനെയാ ഗ്രേസ് വിലയിരുത്തണേ? എസ്പെഷ്യലി ഇപ്പോൾ സിനിമയുടെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ യു ആർ വെരി ആക്റ്റീവ് ഇൻ ദിസ് ഇൻഡസ്ട്രി അല്ലേ. നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു കുട്ടി. അപ്പൊ എങ്ങനെയാ ഇതിനെ നോക്കി കാണുന്നത്? ഒത്തിരി ആഗ്രഹമുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള സിനിമകളിൽ ഭാഗമാകണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് ചെറിയൊരു ഭാഗമാവാൻ പറ്റി. പക്ഷെ വീണ്ടും ഒരു സ്വപ്നമാണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ എന്താ പറയുക, സാക്ഷാത്കരിക്കണമെന്നുള്ള പ്രാർത്ഥനയുണ്ട് എനിക്ക്. ഒരു ഡാൻസറായിട്ട് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡാൻസറായി നിന്നുകൊണ്ടും ഒരു ആക്ടറായി നിന്നുകൊണ്ടും ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ. ചേച്ചിക്ക് അങ്ങനെ ഒത്തിരി സിനിമകളിൽ അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, എനിക്ക് തോന്നുന്നു ഗ്രേസ് ഒരു ഡാൻസർ ആണെന്ന് ആർക്കും അങ്ങനെ അധികം പേർക്ക് അറിയില്ല. ഞാൻ മൂവി ആക്ട് ചെയ്യാൻ വന്ന സമയത്ത് അറിയാലോ, ഞാനൊരു കോമഡി സീരീസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോഴും ഈ കുട്ടി ഡാൻസ് ചെയ്യോ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോ മേ ബി ഒരു കച്ചേരിയൊക്കെ ചെയ്ത് തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും. അതെ അതെ, ആഗ്രഹമുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. എന്റെ സജഷനാണ്. ഡാൻസ് ക്ലാസ് ഉണ്ടോ അതോ? ഇല്ല, ഡാൻസ് ക്ലാസ് ഒരു ടച്ച് ഇല്ല എന്നാണോ പറയണേ? ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ മാറി ഭയങ്കര വിഷമാണ്. എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ കളിക്കണതാണ് എനിക്ക് ഭയങ്കര കുശി. കുറച്ചും കൂടി കുത്തി നോക്കട്ടെ. എന്താണ് ലക്ഷ്യങ്ങൾ? എനിക്ക് നല്ലൊരു അഭിനേത്രി ആവണമെന്നാണ്. അങ്ങനെ ഒരു മോഹമായിരുന്നു ഉള്ളില്? അയ്യോ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അതാണ്. അത് ശരി, ആക്ടർ ആവണം തന്നെയായിരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ജീവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ആഗ്രഹമായിരുന്നു. ആഗ്രഹം ഉണ്ടാവാനുള്ള ഒരു റീസൺ എനിക്കറിയില്ല ചേച്ചി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടേ ടീച്ചർമാരെ അനുകരിച്ചാണ് എൻ്റെ ഓർമ്മ മുഴുവനും. സ്കൂളിലേക്ക് നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പോണ വഴി മുഴുവൻ ഒരു വടി പറിച്ച് വരുന്ന വഴി എല്ലാ ചെടികളും അടിച്ച് തല്ലി പഠിപ്പിച്ച് അതാണ് എൻ്റെ ഓർമ്മ മുഴുവനും. ഒരു ആക്ടർ ആവണം എന്നാണ് എപ്പോഴും. അമ്മയോട് എപ്പോഴും പറയും, സാധാരണ ഒരു ഫാമിലിയാണ്, അമ്മ എല്ലാ അമ്മമാരെയും പോലെ തന്നെ നമുക്ക് പറ്റിയ ഏരിയല്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയും എപ്പോഴും. പക്ഷെ ഞാൻ അമ്മ ഏറ്റവും സന്തോഷിക്കുന്ന സന്തോഷമാണ്. ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഓക്കെ, ആ കഷ്ടപ്പാടിന്റെ ഇനീഷ്യൽ സ്റ്റേജസ് പറഞ്ഞു, ഇപ്പൊ ആഗ്രഹം പറഞ്ഞു. സ്ട്രഗ്ലിംഗ് ഉണ്ടായിട്ടുണ്ട്? സ്ട്രഗ്ലിംഗ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കാരണം ഫിനാൻഷ്യലി അത്ര വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നില്ല. അപ്പം ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെ അധ്വാനിച്ചാണ്. ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചറുടെ കൂടെ ഞാൻ പഠിപ്പിക്കാൻ പ്രോഗ്രാംസിന് പോകും. ഞാൻ ഗുരു RLV നിഷ സുഭാഷ് എന്നാണ് മിസ്സിന്റെ പേര്. മിസ്സിന്റെ കൂടെ പോകും. മിസ് തരുന്ന കൊച്ചു പൈസ വെച്ച് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്താണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. സോ പ്രൗഡ് ഓഫ് യു ഗേൾ.